Happy Father's Day. അച്ഛൻ എന്നത് ഒരു പേര് മാത്രമല്ല, അത് ഒരു അഭയം കൂടിയാണ്. ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധിയിലും താങ്ങായി നിൽക്കുന്ന ശക്തി. എൻ്റെ ഓരോ വിജയത്തിനു പിന്നിലും പറയാത്ത പ്രാർത്ഥനയായി നിന്നത് എൻ്റെ അച്ഛനാണ്. അച്ഛൻ്റെ സ്നേഹം ശബ്ദമില്ലാത്തതായിരിക്കാം, പക്ഷെ അത് ജീവിതം മുഴുവൻ കേൾക്കാവുന്ന ഒരു ശക്തിയാണ്. ലോകം എത്ര വലുതായാലും അച്ഛൻ്റെ കൈപ്പിടി തന്നെയാണ് ആദ്യ സുരക്ഷിതത്വം. അച്ഛൻ പഠിപ്പിച്ചത് വാക്കുകളിലല്ല, ജീവിതത്തിലൂടെയാണ്. എങ്ങനെ ശക്തനാകണം, എങ്ങനെ കരുണ കാണിക്കണമെന്ന്. അച്ഛൻ്റെ ഒരു പുഞ്ചിരി, അത് എൻ്റെ എല്ലാ ദുഃഖങ്ങളുടെയും മറുപടിയാണ്. ഒരച്ഛൻ തൻ്റെ സ്വപ്നങ്ങൾ മാറ്റിമറിച്ച് മക്കളുടെ സ്വപ്നങ്ങളെ പണിയുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാ അച്ഛന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ഫാദേഴ്സ് ഡേ. ഇന്നൊരു ഞായറാഴ്ചയാണ്. അപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി പള്ളിയിൽ പോയി. അതിനുശേഷം ഫാദേഴ്സ് ഡേയുടെ സെലിബ്രേഷൻ. അതെ, അപ്പോൾ ഫാദേഴ്സ് ഡേ ആയിട്ട് കുറേ കാര്യങ്ങൾ അണിനിരന്നു. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ക്ലിപ്സിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, മദേഴ്സ് ഡേയുടെ പലവിധ പരിപാടികൾ നമ്മൾ പങ്കെടുത്തിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഞാനും ആദ്യമായിട്ടാണ് ഒരു ഫാദേഴ്സ് ഡേ ആഘോഷിക്കുന്നത് കേട്ടോ. അപ്പോൾ കിരീടമൊക്കെ വെച്ച് ഫാദേഴ്സ് ഡാൻസ് കളിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഫാദേഴ്സ് ഡേയുടെ പരിപാടികളൊക്കെ എങ്ങനെയുണ്ട്? അതിമനോഹരമായ പരിപാടികളായിരുന്നു കേട്ടോ. ഫാദേഴ്സിൻ്റെയൊക്കെ മുഖത്ത് ഒരു പ്രൗഡ് ഫീലിങ്ങും ഒരു ഹാപ്പിനെസ്സും ഒക്കെ നിറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഒട്ടും വൈകാതെ തന്നെ ഇന്ന് ഒരു ലവ് ഫീസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് നല്ല വെതറൊക്കെ ആയതുകൊണ്ട് നമ്മൾ പുറത്ത് ഗ്രില്ലിംഗ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഗ്രില്ല് ചെയ്ത് എല്ലാവരും കൂടി ഒരു ലവ് ഫീസ്റ്റ് ആഘോഷിക്കുക, അല്ലെങ്കിൽ എല്ലാവരും കൂടെ ചേർന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പള്ളിയിൽ നിന്ന് പിരിയുക. അപ്പോൾ ഗ്രില്ല് ചെയ്തിട്ട് ഉള്ള ബർഗറും പിന്നെ ചിക്കൻ ഗ്രിൽഡും സോസേജ് ഗ്രിൽഡും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൂടാണ്ട് കുറേ സാലഡ്സും അത്യാവശ്യം ഡ്രിങ്ക്സും ഫ്രൂട്ട്സും കട്ട് ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊന്നും കൂടാതെ ഐസ്ക്രീം വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ആ സ്നേഹവിരുന്നിലും പങ്കെടുത്തു. പിന്നെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി ഇതുപോലൊരു ചെറിയ പ്ലേ ഏരിയയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ അർത്ഥത്തിലും എല്ലാവരും ഹാപ്പി ആയിരുന്നു. അങ്ങനെ നമ്മൾ മനോഹരമായിട്ട് ഒരു ഫാദേഴ്സ് ഡേ ഒക്കെ ആഘോഷിച്ച് വീട്ടിലേക്ക് മടങ്ങി. നല്ലൊരു സൺഡേ ആയിരുന്നു, നല്ല വെതറായിരുന്നു, നല്ല കുറേ ഓർമ്മകളായിരുന്നു. അപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.